ഫുള്ളി ലിറ്ററേറ്റ് ആയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൽ ഇങ്ങനെയുള്ള ഫ്രീ ബീസ് വിളിച്ചു വാരി വിളമ്പി കൊടുക്കാനായിട്ട് എന്താണ് കാരണം? നമ്മുടെ ഗവൺമെന്റ് അതായത് വലിയ ഫിസ്ക്കൽ ക്രൈസിസിലാണ്, ധനപ്രതിസന്ധിയിലാണ് എന്ന് മുറവിളി കൂട്ടുകയാണ്. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിന് നേരെയാണ് വാളോങ്ങുന്നത്. കേന്ദ്രം തരാത്തത് കൊണ്ടാണ് ഫിസ്ക്കൽ ക്രൈസിസ് എന്ന്. എന്തുകൊണ്ട് കേരളം തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല എന്നത് പറയുന്നില്ല. കേന്ദ്രം തരാത്തത് വാങ്ങിയ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൃത്യമായി ഹാജരാക്കാതെ കൊണ്ടാണ്. നെല്ലിന്റെ സംഭരണമാണെങ്കിലും ഏതാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന് ഏത് വകുപ്പിലേക്ക് കൊടുക്കുന്ന ഫണ്ടും പ്രയോജനപ്പെടുത്തിയിട്ട് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് അയക്കണം. അതോടൊപ്പം തന്നെ CAG അത് ഓഡിറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് ശരിയാണെന്നും കേന്ദ്രത്തിനെ അറിയിക്കണം. എങ്കിൽ മാത്രമേ കേന്ദ്രം അടുത്ത ഗഡു തരൂ. കേന്ദ്രം തരുന്ന ഏത് ഫണ്ടിനും അങ്ങനെയുള്ള നിർബന്ധ ഘടകങ്ങളുണ്ട്. അതൊന്നും വെറും നിർബന്ധമല്ല, അതൊക്കെ അതിന്റെ എഫിഷ്യൻസി, അത്തരം ഫണ്ടിന്റെ യൂട്ടിലൈസേഷന്റെ എഫിഷ്യൻസിയെ ലാക്കാക്കി ഉള്ളതാണ്. അപ്പം അതൊന്നും ചെയ്യാതിരുന്നിട്ടാണ് കേന്ദ്രം തരണം, കേന്ദ്രം തരുന്നില്ല എന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് അത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ കാര്യക്ഷമത ഇല്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ്.